ആലപ്പുഴ കുട്ടനാട് മാമ്പുഴക്കരയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്നതായി പരാതി. 62-കാരി കൃഷ്ണമ്മയാണ് മർദ്ദിച്ച ശേഷം 3.5 പവൻ സ്വർണം കവർന്നത്. 4-അംഗ സംഘമാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി കവർച്ച നടത്തിയതെന്നാണ് പരാതി. കൃഷ്ണമ്മയോടൊപ്പം ഉണ്ടായിരുന്ന ഹോം നഴ്സിനെ കൃത്യത്തിന് ശേഷം കാണാനില്ല. ഹോം നഴ്സിനും മോഷണത്തിൽ പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. വീടിനുള്ളിൽ അടുക്കളവാതിലിലൂടെ പ്രവേശിച്ച 4-അംഗ സംഘം വീട്ടമ്മയെ കെട്ടിയിട്ട ശേഷം 2 വളകളും കമ്മലും ഉൾപ്പെടെ കവരുകയായിരുന്നു എന്നാണ് പരാതി. ഈ സമയം വീട്ടിൽ തനിക്കൊപ്പം ഹോം നഴ്സായ പ്രസീതയും ഉണ്ടായിരുന്നതായി കൃഷ്ണമ്മ പോലീസിന് മൊഴി നൽകി. തന്നെ മുറിയിൽ കെട്ടിയിട്ട് സ്വർണം കവർന്ന ശേഷം പ്രസീതയെയും സംഘം ഉപദ്രവിച്ചതായി രാമങ്കരി പോലീസിനോട് പറഞ്ഞു. 2 മണിയായപ്പോഴത്തേക്ക് ഒരു 3-4 പേര് അകത്തോട്ട് കയറി. ഒരാളെന്നെ ഞാൻ ആരടാൻ ചോദിക്കുകയല്ലേ ഒറ്റയായി അടിയോടുകൂടി എൻ്റെ ബോധം പോയി. ഞാൻ വീണ്ടും കട്ടോട്ടിടും. അപ്പോൾ തന്നെ അവർ തോർത്തുകൊണ്ട് എൻ്റെ കാലും കിട്ടി. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഉറങ്ങാൻ നേരം ഞാൻ കണ്ടതാണ്. ഞാൻ പറഞ്ഞു ശരി ഞാൻ കിടക്കുക എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ കയറി കിടന്നു. അന്നേരം കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചു അതൊന്നും എനിക്കറിയത്തില്ല. അതേസമയം സംഭവത്തിന് പിന്നാലെ ഹോം നഴ്സിനെ കാണാതായതോടെ മോഷണത്തിൽ ഇവർക്കും പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രസീതയുടെ ബാലരാമപുരത്തെ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷ്ടാക്കളിൽ 4 പേരും പുരുഷന്മാരായിരുന്നു എന്നാണ് കൃഷ്ണമ്മ വ്യക്തമാക്കിയത്. എന്നാൽ ഇതും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. വാതിൽ തകർത്തല്ല മോഷ്ടാക്കൾ അകത്ത് കയറിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ രാമങ്കരി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സ്വർണം കൂടാതെ 36,000 രൂപയും വീട്ടിൽ നിന്നും കളവ് പോയിട്ടുണ്ട്. 2 മക്കളുണ്ടെങ്കിലും ഇവരുമായി അകന്ന് ഒറ്റയ്ക്കാണ് കൃഷ്ണമ്മ മാമ്പുഴക്കരിയിൽ താമസിക്കുന്നത്. 6 മാസം മുൻപാണ് തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെ കൃഷ്ണമ്മ ഹോം നഴ്സായി നിയമിക്കുന്നത്. 24 ആലപ്പുഴ.